ഓക്കെ, അടുത്ത നമ്മൾ റൂഡിൻ്റെ ടെക്സ്റ്റിലെ ചാപ്റ്റർ 2 അതിലുള്ള ആദ്യത്തെ സെക്ഷൻ. ഇത് നമ്മളെ കൗണ്ടബിൾ, അൺകൗണ്ടബിൾ അങ്ങനെയുള്ള സെറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ നമ്മുടെ റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ, ഇഫ് ദർ എക്സിസ്റ്റ് എ 1-1 മാപ്പിംഗ് ഓഫ് എ ഓൺ ടു ബി, എയും ബിയും രണ്ട് സെറ്റ്സാണ്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 1-1 മാപ്പിംഗ് ഉണ്ടെങ്കിൽ, അത് ആക്ച്വലി 1-1 ആൻഡ് ഓൺ ടു ആകണം. വി സേ ദാറ്റ് എ ക്യാൻ ബി പുട്ട് ഇൻ എ 1-1 കറസ്പോണ്ടൻസ്. നമ്മൾ ഇതാണ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടത്. നമ്മൾ ഇങ്ങനെയാണ് പറയുക, ഈ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വലൻറ്റിൻ്റെ ആണ്. നമ്മളൊന്ന് പറയുക എ ഇക്വലൻ ടു ബി എന്നാണ്. വേറൊരു കാര്യം നമ്മൾ പറയാം, ദേ ഹാവ് ദ സെയിം കാർഡിനൽ നമ്പർ. സോ ഒരു 1-1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവുക? അപ്പോൾ എയിൽ 1, 2, 3 ആണ്, ബിയിൽ എ ബി സി ആണ്. അപ്പോൾ നമ്മളൊരു 1-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1-നെ എയിലേക്ക് മാപ്പ് ചെയ്തു, 2-നെ ബിയിലേക്ക് മാപ്പ് ചെയ്തു, 3-യെ സിയിലേക്ക് മാപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇക്വലൻറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ദേ ഹാവ് ദ സെയിം കാർഡിനൽ നമ്പർ. സെയിം കാർഡിനൽ നമ്പർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഒരു 1-1 ആൻഡ് ഓൺ ടു കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഇവിടെ ഇപ്പോൾ 3 എലമെൻറ്റ്സ് അല്ലേ, അപ്പോൾ നിങ്ങൾ ഈ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 3 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. സോ അവർക്ക് സെയിം കാർഡിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ്, അല്ലെങ്കിൽ കാർഡിനാലിറ്റി എന്ന് നമ്മൾ പറയും, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. അടുത്തത്, നമ്മൾ സാധാരണ സെറ്റുകളെ ഈ കാർഡിനൽ നമ്പർ അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് 4 ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുക. ഒന്ന് ഫൈനൈറ്റ്, നിങ്ങൾക്കറിയാം എന്താണ് ഒരു ഫൈനൈറ്റ് സെറ്റ് എന്നുള്ളത്. രണ്ടാമത്തത് കൗണ്ടബിൾ, മൂന്നാമത്തത് അൺകൗണ്ടബിൾ, നാലാമത്തത് മോസ്റ്റ് കൗണ്ടബിൾ. ആക്ച്വലി 3 എണ്ണാണുള്ളത്, നാലാമത്തത് വേറെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഡെഫിനിഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്കൊരു ഫൈനൈറ്റ് സെറ്റിന് മാത്തമാറ്റിക്കലി ഈ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ എ, ഒരു സെറ്റ് ക്യാപിറ്റൽ എ ഇസ് ഫൈനൈറ്റ് ഇഫ് എ ഇസ് ഈക്വലൻ ടു ജെൻ. അതായത് എയിൽ നിന്ന് ജെയിനിലേക്ക് ഒരു 1-1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ ഉണ്ട്. ജെൻ എന്താണെന്ന് ചോദിച്ചാൽ, സോ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ജെൻ എന്താണെന്ന് വെച്ചാൽ 1, 2 എക്സെട്ര അപ് ടു എൻ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എയുടെ കാർഡിനാലിറ്റി എൻ ആണ്. അതായത് എയിൽ എൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയും. ഇനി എ നമ്മൾ, അത് ഞാൻ പറഞ്ഞുതരാം, ആദ്യം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എ ഒരു 10 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ എയിൽ നമുക്കുള്ള എലമെൻറ്റ്സ് ചുമ്മാ ഇപ്പോൾ 10 എലമെൻറ്റ്സ് ഇവരാണെന്ന് വിചാരിക്കുക. 10 5 എലമെൻറ്റ്സ് എടുക്കാം, എ ബി സി ഡി ഇ. 5 എലമെൻറ്റ്സ് ആണ് എയിലുള്ളത്. അപ്പോൾ ഇത് ഫൈനൈറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഇതിനിങ്ങനെ 5 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ 5 എലമെൻറ്റ്സിനെ കൗണ്ട് ചെയ്യാൻ കഴിയില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എ കൗണ്ട് ചെയ്തു, ഫസ്റ്റ് എലമെൻറ്റ് എ. അപ്പോൾ നമ്മൾ ശരിക്കും A1 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 1 എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ നമ്പർ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. B2 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും എന്താ ചെയ്യുന്നത്? 2 എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പർ ബിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അസൈൻ ചെയ്തു. 3 എന്ന് പറഞ്ഞ നമ്പർ സിയെ 3 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 3 എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പർ സിക്ക് കൊടുത്തു. ഡിയെ 4 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഡിക്ക് 4 എന്ന് പറഞ്ഞ നമ്പർ അസൈൻ ചെയ്തു. ഇയെ 5 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഇക്ക് 5 എന്ന് പറഞ്ഞ നമ്പർ അസൈൻ ചെയ്തു. അതായത് വേറൊരു തരത്തിൽ ഇത് J5 ആണ്. J5 എന്ന് പറഞ്ഞാൽ 1, 2, 3 എക്സെട്ര അപ് ടു 5. അതിൽ നിന്ന് നമ്മൾ സെറ്റ് ക്യാപിറ്റൽ എ ആണെങ്കിൽ എയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു 1-1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ എ ഫൈനൈറ്റ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, മാത്തമാറ്റിക്കലി നമ്മൾ ഇപ്പോൾ എയിൽ n എലമെൻറ്റ്സ് ആണെങ്കിൽ Jn-ൽ നിന്ന് എയിലേക്ക് ഒരു 1-1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുമ്പോഴാണ്. നെക്സ്റ്റ്, ഇതുപോലെ നമുക്കെങ്ങനെ കൗണ്ടബിൾ സെറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന സെറ്റ് ഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്തത് കൗണ്ടബിൾ സെറ്റ്. കൗണ്ടബിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഫൈനൈറ്റ് സെറ്റ്സിലുള്ള ആദ്യത്തെ കാറ്റഗറിയാണ്. ഒരു സെറ്റ് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു സെറ്റ് കൺസിഡർ ചെയ്യാം. ആ സെറ്റിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ചുമ്മാ ഞാനിങ്ങനെ എഴുതാണ്, ആദ്യത്തെ എലമെൻറ്റ് x1, രണ്ടാമത്തെ എലമെൻറ്റ് x2, അങ്ങനെയുള്ള കുറേ എലമെൻറ്റ്സ് ആണ്. ഇത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെന്ന് വിചാരിക്കാം. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ആക്ച്വലി കൗണ്ട് ചെയ്യാൻ കഴിയും. കൗണ്ട് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ ചുമ്മാ കൗണ്ട് ചെയ്യല്ല, നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ കൗണ്ട് ചെയ്താൽ, നമുക്ക് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾ ഈ ഒരു പ്രത്യേക രീതിയിൽ കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ എലമെൻറ്റ്സിനെയും കവർ ചെയ്യാൻ കഴിയും, എല്ലാവരെയും നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അപ്പോഴാണ് നമ്മൾ അതിനെ കൗണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് എല്ലാവരെയും ഇങ്ങനെ കവർ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ x1-നെ കൗണ്ട് ചെയ്തു, അതിന് 1 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തു. അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മൾ 1 ഇതിനെ അസൈൻ ചെയ്തു, x2-നെ കൗണ്ട് ചെയ്തു, അതിന് 2 അസൈൻ ചെയ്തു, എക്സെട്ര. ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി എന്താ ചെയ്യുന്നത്? നമ്മൾ J എന്ന് പറഞ്ഞ സെറ്റ്. J എന്ന് പറഞ്ഞാൽ നമ്മളെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്, 1, 2, 3 എക്സെട്ര. അതിൽ നിന്നും ഇപ്പോൾ A ആണെങ്കിൽ എയിലേക്ക് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ കഴിയും? ഒരു 1-1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. മാത്തമാറ്റിക്കലി നമുക്ക് നമ്മൾ പഠിച്ച ഡെഫിനിഷൻ പ്രകാരം എന്ത് പറയാം? 1-1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ J ഈസ് ഈക്വലൻ ടു A എന്ന് പറയാം. അപ്പോൾ A എപ്പോഴാണ് കൗണ്ടബിൾ ആകുന്നത് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ, ഇഫ് J is equivalent to A, where J is set 1, 2, 3 etc. അല്ലെങ്കിൽ J is the set of natural numbers. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റിനെയും കൗണ്ടബിൾ സെറ്റ്സിനെയും ഡിഫൈൻ ചെയ്യുക. ഇനി അൺകൗണ്ടബിൾ സെറ്റ്സ് ആണ് മൂന്നാമത്തത്. അൺകൗണ്ടബിൾ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ, സെറ്റ് ഇസ് അൺകൗണ്ടബിൾ. അത് എന്താവരുത്? നമ്മൾ മുന്നേ പറഞ്ഞ ഈ 2 കാറ്റഗറി ആവരുത്, ഫൈനൈറ്റും ആകരുത്, കൗണ്ടബിളും ആവരുത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എ ഇസ് നൈദർ ഫൈനൈറ്റ് നോർ കൗണ്ടബിൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലോസ്ഡ് 0-1-ലുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മൾ എടുക്കാം. ഇത് അൺകൗണ്ടബിൾ ആണ് എന്നുള്ളതിൻ്റെ പ്രൂഫ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. കാരണം ഇതിൻ്റെ പ്രൂഫ് നമ്മൾ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ, നമ്മളിത് പെർഫെക്റ്റ് ആണ് എന്ന് നമുക്കറിയാം. ഇനി ഏത് പെർഫെക്റ്റ് സെറ്റും അൺകൗണ്ടബിൾ ആണ് എന്നുള്ള റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം ഇത് അൺകൗണ്ടബിൾ ആണ് എന്നുള്ളത്. ഏത് പെർഫെക്റ്റ് സെറ്റും അൺകൗണ്ടബിൾ ആയിരിക്കും.
ഇനി ക്ലോസ് 0 1 അൺകൗണ്ടബിൾ ആണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രീതിയിൽ കൗണ്ട് ചെയ്യാം. അപ്പോൾ ആദ്യം 0യെ കൗണ്ട് ചെയ്തു, പിന്നെ 1നെ കൗണ്ട് ചെയ്തു, പിന്നെ അവരുടെ മിഡ് പോയിന്റ് 1/2നെ കൗണ്ട് ചെയ്തു, പിന്നെ ഇതിൻ്റെ മിഡ് പോയിന്റിനെ ഞാൻ കൗണ്ട് ചെയ്തു, അതിനുശേഷം ഇതിൻ്റെ മിഡ് പോയിന്റിനെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാൻ കൗണ്ട് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇങ്ങനെ കൗണ്ട് ചെയ്താൽ എനിക്ക് ഇവിടെയുള്ള എല്ലാ എലമെൻസിനെയും കവർ ചെയ്യാൻ കഴിയില്ല. ഞാൻ ഏത് രീതിയിൽ ഇങ്ങനെ കൗണ്ട് ചെയ്താലും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ക്ലോസ് 0 1 എല്ലാവരെയും എനിക്ക് കവർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് എല്ലാവരെയും കവർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് അൺകൗണ്ടബിൾ എന്ന് പറയുന്നത്. സോ കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ കൗണ്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ആ പ്രത്യേക രീതിയിൽ ഇതിലുള്ള എലമെൻസിലേക്ക് ഇങ്ങനെ ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ എല്ലാവരെയും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്യാൻ കഴിയാത്ത സെറ്റ്സ് ആണ് അൺകൗണ്ടബിൾ. സോ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, A is equivalent to Jn. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ A is equivalent to J. ഇനി അൺകൗണ്ടബിളിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഇവ രണ്ടുപേരും അല്ലാത്തത്, ഫൈനൈറ്റും അല്ല കൗണ്ടബിളും അല്ല, അതാണ് അൺകൗണ്ടബിൾ. ഇനി അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ എന്ന് പറയുന്നത് ഇതാണ് നാലാമത്തത്. ഇത് ആക്ച്വലി ഇതിൽ തന്നെയാണ്. അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫൈനൈറ്റോ അല്ലെങ്കിൽ കൗണ്ടബിളോ ആയിട്ടുള്ള ആൾക്കാർ, അതാണ് അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ. അപ്പോൾ ഒരു സെറ്റ് അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ഫൈനൈറ്റ് ആയിരിക്കും, ഇനി അതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും, കൗണ്ടബിൾ എങ്കിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ എന്ന് പറയുന്നത്.